സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ പഠിപ്പിച്ചത് എന്താ? മൂല്യരെ പഠിപ്പിച്ചത് ഞങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണോ? ഓ ഉമ്മമാരെ, നിങ്ങൾ പുറലോകം കാണാൻ പറ്റാത്ത ജയിലറയിൽ ജീവിക്കണം എന്നൊരു ഇസ്ലാമും പറഞ്ഞിട്ടില്ല. ഒരു ഇസ്ലാമും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വയലിന്റെ സദസ്സിൽ ഉണ്ടാകൂല. ഉണ്ടാവോ? വയലിന്റെ സദസ്സിൽ സ്ത്രീകൾക്ക് സൗകര്യമുണ്ട് ഇല്ലേ? സൗകര്യം ഒരുക്കിയിട്ടില്ലേ? ഉണ്ട്. പിന്നെ എന്തിനാ വലിയ സൗകര്യം ഇല്ലാത്തത്? ഇവിടെ വന്നിരിക്കുന്ന അന്യപുരുഷന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇവിടെ വന്ന മുസ്ലിയാരെ മുന്നിൽ ഇറങ്ങി വരാൻ അവസരം അല്ലാഹു ഒരുക്കിയിട്ടില്ല. അന്യപുരുഷന്റെ കൂടെ ഇരിക്കാൻ അനുവദിച്ചിട്ടില്ല. വയലിന്റെ സദസ്സിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ? അങ്ങനെയാണോ? അല്ല. ലോകത്ത് അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച പള്ളിയാണ് മസ്ജിദുൽ ഹറാം, അതുപോലെ മസ്ജിദുൻ നബവി. ഇവിടെ പോകാത്ത ഉമ്മമാരുണ്ടോ? അതേ പെങ്ങന്മാരുണ്ടോ? അവിടെ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ? അങ്ങനെയില്ല. നിങ്ങൾക്ക് എവിടെയും പോകാം, പക്ഷേ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വില കൽപ്പിക്കണം. ഇത്രേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? നിങ്ങളെ സുരക്ഷിതത്വത്തിന് കേടുപാട് സംഭവിക്കുന്ന രൂപത്തിലുള്ള യാത്ര പറ്റൂല. മഹറം ഉണ്ടാകണമെന്ന് പറഞ്ഞില്ലേ മുസ്ലിയാരെ? എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മഹറം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ആവശ്യമായവരുണ്ടാകണം. നിങ്ങളെ മക്കളെ നിങ്ങളെ രാത്രിയിൽ പുറത്തേക്ക് അതാ പരിധി വിട്ട് വിടുമ്പോൾ അവരെ കൂടാളുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. ഇതുപോലെ പെണ്ണ് എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള സ്വത്താണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ ഭൂമിയിൽ ഏറ്റവും ഭംഗിയുള്ളതും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതും എണ്ണിപ്പറയുന്ന സമയത്ത് പെണ്ണിനെ എണ്ണി പറയാനുള്ള കാരണം അതാണല്ലോ. പെണ്ണിനൊരു ബഹുമാനം ഇല്ല എന്നാണോ ഖുർആൻ പറഞ്ഞത്? അല്ല, മറിച്ചോ സീനത്ത്. ഖുർആൻ ദീനതി ദുനിയാവിന്റെ സീനത്തിനെ കുറിച്ച് പറയുന്നു, പെണ്ണിനെ എടുത്ത് പറയുകയാ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, ജനങ്ങളെ എനിക്ക് നിങ്ങളെ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയോ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അൽ ഉതൂർ അത്തറാത്ത്, മറ്റൊന്ന് പെണ്ണാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാണ്. എവിടെയാ പറയുന്നത് എന്നറിയോ? ഇപ്പം വിവരമില്ലാത്ത മതവിരോധികള് ഈ ഹദീസ് എടുത്ത് വെച്ചിട്ട് പറയാണ്, ഇതാ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പെണ്ണാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരപ്പെടുത്തുകയാണ്. അറിവില്ലാത്തവന്റെ വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കരുത്. എന്തിനാ പെണ്ണ് എന്ന് പറഞ്ഞത്? ആ മക്കയിൽ ജനിച്ചു വീഴുന്ന ഒരൊറ്റ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കാത്ത കാലം 99 പെൺകുട്ടികളെ കൊന്നുകളഞ്ഞിട്ട്, ഓ ഹബീബായ നബിയേ, എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ 99 പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട്. എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള വകുപ്പുണ്ടോ? എനിക്ക് നന്നാകാനുള്ള വകുപ്പുണ്ടോ എന്ന് ചോദിച്ചിരുന്ന മക്കയിലുണ്ടായിരുന്ന ഡാർക്ക്നെസ് എന്ന് വിശേഷിപ്പിച്ച രാജ്യത്ത് അവിടെയുള്ള ജനങ്ങളെ മുന്നിൽ പെണ്ണ് എന്ന് പറയുന്നത് അഭിമാനമാണ് എന്ന് എടുത്തു പറഞ്ഞതാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസവിക്കപ്പെട്ട ഉമ്മയോടുള്ള കടപ്പാട് പഠിപ്പിച്ചു ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന പെണ്ണിനോട് കാണിക്കേണ്ട എന്തെല്ലാം പെരുമാറ്റങ്ങളുണ്ടോ അത് മുഴുവനും പഠിപ്പിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവനെ പോലെയുള്ള വിവരമില്ലാത്ത കാട്ടാളന്മാർ പെണ്ണിനെ കൊന്നുകളയണമെന്ന് പറയുന്ന ഒരു സൂചകനെ എനിക്ക് ഉണ്ടായിക്കൂടാ. ഇതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിനെല്ലാ പ്രൊട്ടക്ഷനും നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണ് എവിടെയും ഒറ്റക്ക് പോയേക്കരുത്, അവളുടെ കൂടെ മഹ്റം ഉണ്ടാകണം. അത് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാ. അല്ലാതെ 1500 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് ഏതോ ഒരു പെൺകുട്ടി എവിടെയോ പോകുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വരാനാ? എന്നാ പിന്നെ അന്നത്തെ കാലത്ത് മാത്രം മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നമ്മുടെ മക്കൾക്ക് സുരക്ഷ ഉണ്ടാകാൻ വേണ്ടിയാണ്, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഇപ്പൊ ചില ആളുകൾക്ക് ഇതിപ്പോ തോന്നുകയാണ്, ടൂറിനൊന്നും പോകാൻ അനുവദിക്കാത്ത മതമല്ലേ ഇസ്ലാം അല്ലേ? ടൂറിനൊന്നും അനുവദിക്കാത്ത മതമല്ലേ ഇസ്ലാം? അങ്ങനെയൊന്നും ഇല്ലേ ഇസ്ലാമില്?
ഇസ്ലാം യാത്ര ചെയ്യണമെന്ന് പ്രോത്സാഹിപ്പിച്ച മതമാണ്. ആരാ പറഞ്ഞത് നിങ്ങൾ എവിടെയും ടൂർ പോകാൻ പാടില്ല, എവിടെയും യാത്ര ചെയ്യാൻ പാടില്ല എന്ന്? ഏതു ഇസ്ലാമും പറഞ്ഞിട്ടില്ല. വലിയ പല ഉസ്താദുമാരും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾ യാത്ര ചെയ്യരുത് എന്നല്ലേ. നിങ്ങൾ എവിടെയെങ്കിലും പോയി യാത്ര ഇറങ്ങി എവിടെയെങ്കിലും പോയി അന്യപുരുഷന്മാരുമായി കലരുന്ന സ്വഭാവം ഉണ്ടാകരുത്. അവരെ കൂടെ ചിത്രം വയ്ക്കുന്ന, അവരെ കൂടെ വീഡിയോ എടുക്കുന്ന, അവരെ കൂടെ ചിത്രം പിടിച്ച്, അവരെ കൂടെ ഡാൻസ് ചെയ്ത്, അവരെ കൂടെ കഥകൾ പറഞ്ഞ് ജീവിക്കുന്നവരാകരുത് എന്നേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞ അതാണോ ഇസ്ലാം? നിങ്ങൾ കണ്ടില്ലേ മഹദിയായ സയ്യിദത്തുന ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. ആ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളിൽപ്പെട്ട ഉമ്മയാണ്. ലോകത്ത് അറിയപ്പെട്ട അതേ മഹദിയാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. ആ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ഖബർ എവിടെയാണ്? എവിടെയാ? മദീനയിലാ? ആണോ? അല്ല. മക്കയിലാണോ? അല്ല. സൗദി അറേബ്യയിലാണോ? അല്ല. പിന്നെ എവിടെയാ? ഈജിപ്തിലാണ്. എന്തിനാണ് ആ ഉമ്മ അവിടേക്ക് എത്തിയത്? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിലൂടെയുള്ള നിർദ്ദേശമായിരുന്നു. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയതാണ് ആ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. പക്ഷേ ഒരൊറ്റ അന്യപുരുഷനെ കാണാനില്ല, ഒരൊറ്റ അന്യപുരുഷനെ തൊടാനില്ല, ഒരൊറ്റ അന്യപുരുഷന്റെ മുന്നിലും വെളിപ്പെടാനില്ല. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നു. ചുമരിന്റെ ചാരത്ത് മറയിൽ നിന്നിട്ട് നഫീസ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, നഫീസ ഉമ്മാ, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈക്ക് ദുആ ചെയ്യണേ. എന്റെ സദസ്സിലിരിക്കുന്ന ഏകദേശ മുഅ്മിനീങ്ങളും ഞാൻ വിശ്വസിക്കുന്ന ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് അല്ലേ? ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി ദുആ കൊണ്ട് പറയുമ്പോൾ, പെണ്ണ് അല്ലേ എന്തായാലും എന്നെക്കാളും വലുതാകൂല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്? പെണ്ണല്ലേ, ആ പെണ്ണിനെ ഞാൻ എന്ത് ബഹുമാനിക്കാം? അങ്ങനെയൊന്നല്ല ഇസ്ലാം. മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മറയിൽ നിന്ന് ദുആ കൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലിരുന്ന സ്വഹാബത്തില്ലേ, ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് നേരിട്ട് ഇൽമു കേട്ട് അനുഭവിച്ച് പഠിച്ചവരാണ്. അവർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ആയിഷ ഉമ്മ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് എന്തിലധികം പറയാനാ, ബാദിലത്തുൽ അർബഅ എന്ന് അറിയപ്പെട്ട മഹാന്മാരായ ഫുഖഹാക്കളായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രമുഖന്മാരായ സ്വഹാബികളും അവര് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ആയിഷ ഉമ്മ, ഇതിന്റെ മസ്അല ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് പഠിക്കുന്നതിന് സഹാബത്തിന് വിഷമം തോന്നിയിട്ടില്ല. പെണ്ണായതുകൊണ്ട് സ്ഥാനം ഉണ്ടാകൂല എന്ന് വിചാരിച്ചിട്ടില്ല, അറിവുണ്ടാകൂല എന്ന് ചിന്തിച്ചിട്ടില്ല. മറിച്ചോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അർഹതപ്പെട്ട ബഹുമാനം അവർ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. പെണ്ണായതുകൊണ്ട് ബഹുമാനില്ല എന്നല്ല, അതേ സ്ഥാനത്ത് പെണ്ണാകുമ്പോൾ അവർക്ക് മഹറം വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അവരാരും കൂടെ പോകുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടായാലാണ് അവരുടെ യാത്രയ്ക്ക് ഏറ്റവും നല്ലത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അത് ഹജ്ജിന് വേണ്ടിയാണെങ്കിൽ പോലും. അല്ലാതെ ഇസ്ലാം നിങ്ങൾ എവിടെയും പോകരുത്, എവിടെയും ഇറങ്ങരുത്, നിങ്ങൾ പുറലോകം കാണരുത്, ജയിലറയിൽ ജീവിക്കണം. ചില ആളുകൾ പറയുന്ന കേട്ടാൽ തോന്നും നമ്മളെല്ലാം ഭാര്യമാര് വല്ലാത്ത കഷ്ടപ്പാടിലാണ് അല്ലേ. നമുക്കൊന്നും ബേജാറില്ല അല്ലേ. മുഖമക്കനിട്ട് നടക്കുന്ന നമ്മൾ ഉമ്മാർക്ക് ബേജാറുണ്ടോ? എന്റെ ഉമ്മനോട് ഞാനല്ല ഒരു പോലീസുകാരൻ പോയിട്ട് നിങ്ങളെ മുഖമക്കൻ ഉയർത്തുന്ന് പറഞ്ഞു നോക്കണം. അപ്പൊ എന്റെ ഉമ്മാക്ക് സന്തോഷത്തോടെ ഉയർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി നമ്മളല്ലാത്ത കാണാനും തൊടാനും പറ്റാത്ത ഒരാളെ മുന്നില് ഈ പറയുന്ന അങ്ങനെ ഹിജാബോടെ മറയോടെ ജീവിക്കുന്ന ഏതെങ്കിലും ഉമ്മമാര് അങ്ങനെ അവരുടെ മറയെ എങ്ങനെയെങ്കിലും തുറന്നു കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ടാവോ? ഇല്ല. അവര് നല്ല വൃത്തിയിലും സന്തോഷത്തിലും ജീവിക്കുമ്പോ ഇപ്പൊ കുറെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആളുകൾ